ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നവംബർ മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു വലിയ അനുഭവം, വലിയ സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച, ഇന്ന് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് ചൊവ്വാഴ്ച നവംബർ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ്. ഇവിടെ ചൊവ്വാഴ്ചയാണ് വീട്ടിൽ ജപമാല വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, ശുദ്ധീകരണ സ്ഥലത്തിലെ വണക്കമാസത്തിൻ്റെ സൽക്രിയകൾ ഞങ്ങൾ ചെയ്തിട്ടില്ല പലരും. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് ഒരുമിച്ച് ചൊല്ലാം എന്ന് ഞാൻ പ്രാർത്ഥനയിൽ സഹായിക്കുന്ന ഒരു മകളോട് മാത്രം പറഞ്ഞിരുന്നു. നമുക്ക് അടുത്ത ആഴ്ച വരുമ്പോൾ ശുദ്ധീകരണ വണക്കമാസത്തിൻ്റെ സൽക്രിയകളൊക്കെ ചെയ്യാം കേട്ടോ എന്ന്. അങ്ങനെ മിനിഞ്ഞാന്ന് ചൊവ്വാഴ്ച ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സൽക്രിയകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. പ്രിയ സഹോദരങ്ങളെ, എവിടെ നിന്നൊക്കെയോ കുറേ മക്കൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരികയാണ് ചൊവ്വാഴ്ച. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഒരു സൽക്രിയ നമ്മൾ ചെല്ലുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരു മാസത്തെ എല്ലാ ദിവസത്തെയും സൽക്രിയകൾ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വെറുതെ വിചാരിച്ചതല്ല, എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് എന്താണ് ഫലം, എങ്ങനെയായിരിക്കും ഇത് എന്നൊന്നും അറിയില്ലെങ്കിലും നമ്മൾ വണക്കമാസം ഫോളോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ പിന്നെ ആ സൽക്രിയകളും കൂടി ചെയ്ത് അതങ്ങോട്ട് മുഴുവനാക്കാം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ചൊവ്വാഴ്ച ദിവസം കുറേ അകലെ നിന്ന്, കോട്ടയത്തു നിന്നും ഇടുക്കിയിൽ നിന്നും കോഴിക്കോട് നിന്നും പിന്നെ ആലപ്പുഴ ഭാഗത്തു നിന്നും അങ്ങനെ പിന്നെ ചുറ്റുവട്ടത്തും കുറേ ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. എന്താണെന്നറിയില്ല. ആ വന്നവരിൽ 5 ചെറുപ്പക്കാരായ മക്കൾ മരിച്ച അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ വിദേശത്ത് വെച്ച് പെട്ടെന്ന് മരിച്ചു, ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചു, ഒരു മകൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു, ഒരു മകള് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു, മറ്റൊരു മകളും ഇതുപോലെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു 4-5 അമ്മമാർ വേദനയോടുകൂടെ അവർ വന്നിരുന്നു. അവർ ഈ ജപമാലയ്ക്കായിട്ട് വരുന്നതിൻ്റെ കാര്യം മരിച്ചുപോയ ആത്മാക്കളെ കുറിച്ച് പറയുന്ന ചേച്ചിയല്ലേ, പിന്നെ അവരെ ഇടയ്ക്കൊക്കെ ദർശനത്തിൽ കാണുന്ന ചേച്ചിയല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവരുടെ മക്കളെയൊക്കെ കാണാൻ പറ്റിയാൽ അവർക്കത് സന്തോഷം. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുമുണ്ട്. ഒക്കെ ദർശനമാണ് കേട്ടോ, അല്ലാണ്ട് പ്രത്യക്ഷപ്പെടലൊന്നുമല്ല. അങ്ങനെ അതുകൊണ്ട് അവർ അങ്ങനെ വന്നതായിരിക്കാം. അവർക്ക് അറിയില്ല ഇവിടെ സൽക്രിയ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ അതിനും അപ്പുറം മറ്റുള്ള കുറേ മക്കളും പ്രശ്നങ്ങളുള്ളവരും സങ്കടമുള്ളവരാണല്ലോ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വരിക. വലിയ കുഴപ്പമൊന്നുമില്ലാത്തവരങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഓടി നടക്കില്ലല്ലോ. ഇവരിവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പാപപരിഹാര കൂട്ടായ്മയാണ് നമ്മുടെ കൂട്ടായ്മ. അല്ലാതെ മാധ്യസ്ഥം വഹിച്ച് നിയോഗം നടക്കണം, ഈ നിയോഗം നടക്കണം. അത് 2021 ഈശോ തന്നെ സന്ദേശം തന്നതാണ്. 21 വർഷമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയല്ലേ നിങ്ങൾ. ഇനി ഇത് നിർത്തുക. സിസ്റ്റർ നത്താലിയായുടെ ഒരു പ്രചോദനം ഉണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ അതുപോലെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഞങ്ങളുടെ കുടുംബക്കാരുടെയും ആരുടെയൊക്കെയോ ലോകം മുഴുവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച നമ്മൾ സൽക്രിയകൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥന തുടങ്ങാറായപ്പം ജപമാലയൊക്കെ കഴിഞ്ഞ് സൽക്രിയകൾ ചൊല്ലാനായിട്ട് തുടങ്ങി. അതിനേക്കാൾ മുൻപ് തന്നെ ശുദ്ധീകരാത്മാക്കളുടെ ഒരു ഇടപെടൽ ഞാൻ കണ്ടു. അകലെ നിന്ന് ഒരമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമിച്ചിട്ടാണ് ആ സഹോദരി വന്നിട്ടുള്ളത്. രാത്രി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പുലർച്ചെ ഇരുന്ന് അങ്ങനെ 10:30 മണിയാകുന്നവരെ കാത്തിരുന്നിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഈ ചൊവ്വാഴ്ച ഫുൾ വന്നിട്ടുള്ളത്. അങ്ങനെ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മകൻ ആത്മഹത്യ ചെയ്തതാണ്, കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത മകനാണ്. എന്ത് ചെയ്യാം, ഇന്ന് കെട്ടിത്തൂങ്ങലൊക്കെ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തുമാത്രം മക്കളാണ് ആത്മഹത്യ ചെയ്തു പോകുന്നത്. ഞാൻ അവരോട് പ്രാർത്ഥിക്കാനിരുന്ന് അങ്ങനെ പറഞ്ഞു, ചേച്ചി ഞാനിവിടെ വന്നത് എൻ്റെ മകനെ ഒന്ന് കാണുമോ, ചേച്ചി കാണുമോ എന്നൊക്കെ അറിയാനാണെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഒക്കെ ശരിയാകും, നിങ്ങൾ പേടിക്കാതിരിക്കുക, കരയാതിരിക്കുക. അപ്പോൾ അവരുടെ പേടി
എൻ്റെ മകൻ നരകത്തിലാണോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നരകത്തിൽ ആര് പോവും, സ്വർഗത്തിൽ ആര് പോവും, അതൊക്കെ ഈശോയല്ലേ നിശ്ചയിക്കുക. പണ്ടൊക്കെ നമ്മൾ ആത്മഹത്യ ചെയ്തവർക്ക് തെമ്മാടിക്കുഴി ഉണ്ടായിരുന്നു. ഇപ്പം തെമ്മാടിക്കുഴിയില്ലല്ലോ. ചിന്തകളൊക്കെ മാറി. കാരണം അവസാന സമയത്ത് അവർക്ക് മനസ്സാന്തരം വന്നിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഈശോ ഒരു പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഇവരുടെ വീട്ടിലാരുടെയെങ്കിലും പേരായിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഈ പേര് ആർക്കാ എന്ന് ചോദിച്ചു. പ്രിയ സഹോദരനെ, ഞാൻ പേര് പറയാം, തോമസ് എന്നായിരുന്നു പേര്. ഞാൻ തോമസ് അല്ലേ എന്ന് ഈശോ ചോദിക്കുന്നുണ്ടല്ലോ, അതാരാ ഈ തോമസ് എന്ന് ചോദിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ചേച്ചി, എൻ്റെ ആത്മഹത്യ ചെയ്തു പോയി എൻ്റെ മകൻ്റെ ജ്ഞാനസ്നാന പേരാണ് ഈ തോമസ് എന്ന് പറയുന്നതെന്ന്. ഞാനും ഞെട്ടി വിറച്ചു പോയി. കാരണം എത്രയോ അകലെ നിന്ന് അവരുടെ മകനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ ആത്മാക്കളെ കുറിച്ചുള്ള അറിവൊക്കെ പറയുന്ന ചേച്ചിയാണ് ഞാനെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ഒരു ആത്മാക്കളെ കുറിച്ച് ഈശോയോട് ചോദിക്കാറുമില്ല, ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇനി അവരെവിടെയാണ്, അവർ ഇന്ന സ്ഥലത്താണോ, ശുദ്ധീകരണ സ്ഥലത്താണോ, നരകത്തിലാണോ, സ്വർഗത്തിലാണോ, ഞാൻ ചോദിച്ചിട്ടില്ല. അത് എൻ്റെ വിഷയമേ അല്ല. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതല്ല എൻ്റെ വിഷയം. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ആളുകളൊക്കെ കാണുമ്പോൾ ഞാൻ അവർ ഇന്ന ആളാണോ, നിങ്ങൾ ഇന്നൊരു ആൾ വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ ഞാൻ ദർശനത്തിൽ, അങ്ങനെ ചോദിക്കും. ചിലപ്പോൾ അവരുടെ മരിച്ചുപോയവരായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ആ മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ പറയും. അതാണ് ഇവിടെ നടക്കുന്ന അത്ഭുതം. കുർബാന കിട്ടാത്ത ശുദ്ധീകരാത്മാക്കൾക്ക് കുർബാന കൊടുക്കാനായിട്ട് എല്ലാവരോടും പറയും. അങ്ങനെയാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നതൊക്കെ പറയുന്നത്. പക്ഷേ ഇവർ വന്നപ്പോൾ കറക്റ്റ് ഇവരുടെ പേര് എല്ലാ ചൊവ്വാഴ്ചകളും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കറക്റ്റ് പേര് തന്നെയാണ് പറയുക. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ ഭയങ്കര അതിശയായിപ്പോയി. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഇപ്പോൾ നരകത്തിലാണോ? അങ്ങനെയാണ്. നരകത്തിലാണെങ്കിൽ പിന്നെ ആ ആളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈശോയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെയോ ഒരു സമാധാനം കിട്ടാൻ ഒരു വകുപ്പുണ്ട് എന്നും അവർ പരിഹാരം ചെയ്യുമ്പോൾ നമ്മളും അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യും. ഇന്ന് സൽക്രിയകൾ ചെയ്യുന്ന ദിവസമാണ് എന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ സന്തോഷവും വലിയ അത്ഭുതവുമായി. കാരണം അവർ ഇത്രയും വഴി അകലെ നിന്ന് വന്ന് ഈശോയുടെ ഒരു ഇടപെടലുണ്ടാകാൻ, പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലുണ്ടാകാനാണ് അവർ വന്നത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വിശുദ്ധ പേദ്രോ പിയോ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. വിശുദ്ധ പേദ്രോ പിയോ അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹം ഒരു പെർഗട്ടറി ബോക്സ് സൂക്ഷിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. പെർഗട്ടറി ബോക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിത് നവംബർ മാസമായപ്പോൾ ഞാനിങ്ങനെ ഈ പെർഗട്ടറി ബോക്സിന് എടുത്തു വെച്ചു. ഇതിൽ ശുദ്ധീകരാത്മാക്കളുടെ ബോക്സാണിത്. അഗ്നിയിലകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, അവരോട് കരുണ കാണിക്കുവിൻ എന്ന് യൂദാസ് 1:23. ഇതാണ് പെർഗട്ടറി ബോക്സ്. ഇങ്ങനൊരു ബോക്സ് ഇതിൻ്റെ ഈ അഡ്രസ്സിൽ പോയാൽ എല്ലാവർക്കും കിട്ടും. എഴുതി ചോദിച്ചാൽ മതി. ഈ ബോക്സിൽ എന്താണെന്നറിയോ? ഈ പെർഗട്ടറി ബോക്സിൽ പലതരത്തിലുള്ള മരിച്ചുപോയ ആത്മാക്കളുടെ പേരാണ്. ഞാൻ ഉദാഹരണത്തിന് ഞാൻ എടുക്കാം. ഇന്ന് എനിക്ക് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ നിന്ന് വചനം എടുക്കുന്ന പോലെ എടുക്കും. അപ്പോൾ ഒരു ആത്മാവിന് ഒരു വിഭാഗം ആളുകളെ കിട്ടും. ഇന്ന് കിട്ടിയത് കരുണ കാണിക്കാതെ ഇരുന്ന് മരിച്ചുപോയവർ. കരുണ കാണിക്കാതെ മരിച്ചുപോയവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് വചനം എടുത്താൽ കിട്ടുന്ന പോലെ കിട്ടും. അപ്പോൾ ആ ആളുകൾക്ക് വേണ്ടി നമുക്ക് അന്നത്തെ സഹനമൊക്കെ കാഴ്ചവെക്കാം. വിശുദ്ധ പേദ്രോ പിയോ പറയും, ഇത് വളരെ നല്ല ഒരു സഹായമാണ് ശുദ്ധീകരാത്മാക്കൾക്ക്. എന്താണെന്നോ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ വിഭാഗക്കാരെ ഓർക്കും. ചിലപ്പോൾ എല്ലാ വിഭാഗക്കാരെയും നമ്മൾ ഓർത്തു എന്ന് വരില്ല. അപ്പം ഈ ഒരു പെർഗട്ടറി ബോക്സ് ശുദ്ധീകരണാത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നത് ഡിവൈൻ മേഴ്സി ഫൗണ്ടേഷൻ, കിടങ്ങൂർ, കോട്ടയം. ഇതാണ് ഇവരുടെ അഡ്രസ്സ്. ഇവരുടെ ഫോൺ നമ്പർ 907434393091. അങ്ങനെയാണ്. ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ 9074343091.
ഇതാണ് അവരുടെ ഫോൺ നമ്പർ. ഇതിൽ വിളിച്ചു വെച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. അത് പോസ്റ്റായിട്ട് അയച്ചു തരുമോ എന്ന്. അയച്ചു തരുമായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ബോക്സ് ഞാനിവിടെ ബൈബിളിന് താഴെ വെച്ചിട്ടുണ്ട്. ഈ മാസം നവംബർ മാസത്തിൽ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. ശുദ്ധീകരാത്മാക്കളെ ആശ്വാസത്തിനായിട്ട് ചെയ്യുന്ന ഏത് കാര്യം സ്നേഹത്തോടു കൂടി ചെയ്യുന്നവർക്ക് സന്തോഷമാണല്ലോ എന്ന് കരുതിയിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ആ അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. അതുപോലെ വന്ന ആളുകളുടെ എല്ലാം മരിച്ചുപോയവരുടെ പേരുകൾ വെളിപ്പെടുത്തി തന്നു. വേറൊരു പേര് എനിക്ക് വെളിപ്പെടുത്തി തന്നത്, ഒരാൾ വന്ന് നിൽക്കുന്നത് ഇവിടെ ഈ ഭാഗത്താണ്, ദേവസി എന്നാണ് പേരെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, ഈ സൽക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെല്ലാം വന്നത്. ഞാൻ ചോദിച്ചു, ദേവസി എന്ന് പറയുന്ന ഒരു ആത്മാവ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ ആരുടെ ആ ഭാഗത്താണ് വന്ന് നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനടി പ്രാർത്ഥനയിൽ വരുന്ന സഹോദരി, ആൾക്ക് മാതാവ് പാട്ടൊക്കെ കൊടുക്കുന്ന ആളാണ്. ആള് പറഞ്ഞു അപ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം ദേവസി എന്ന് പറയുന്നത് പലർക്കും ഉണ്ടാവുമല്ലോ ദേവസി എന്നുള്ള പേര്. അപ്പോൾ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞു അപ്പനാ എന്ന്. അപ്പം ഞാൻ എവിടെ പറഞ്ഞത്, ആ മുക്കിൽ നിൽക്കണ്ടല്ലോ അപ്പനാന്ന് പറഞ്ഞിട്ട്, ആരുടെ അപ്പനാന്ന് ചോദിച്ചു. ഉടനടി നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരിയുടെ അപ്പനാണ് ദേവസി എന്ന് തെളിഞ്ഞു കിട്ടി. ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ എല്ലാ ചൊവ്വാഴ്ചകളിലും ദൈവത്തിൻ്റെ കരുണ ഉണ്ടെങ്കിൽ ലഭിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാക്കളെ കാണും എന്ന്. എനിക്കൊരു ഉറപ്പുമില്ല. അത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം കാണിച്ചു തന്നാൽ മാത്രം നമുക്ക് കാണാം, അത്രയേ പറയാൻ പറ്റുള്ളൂ. ചില സമയത്ത് ആരെയും കാണാതെ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടി വരും. പ്രിയ കൂട്ടുകാരെ, ഇത് 2 അനുഭവങ്ങൾ ഈ ചൊവ്വാഴ്ച ഉണ്ട്. അപ്പോൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, രണ്ടാമത് ഞാൻ പറയുന്ന അനുഭവം, ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരാത്മാക്കൾ നമ്മളെ സഹായിക്കും. അതുപോലെ പലരുടെയും സംശയമാണ്, ശുദ്ധീകരാത്മാക്കളോട് നമുക്ക് പ്രാർത്ഥിക്കാമോ എന്നുള്ളത്. ശുദ്ധീകരാത്മാക്കളോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്നോ, നമ്മൾ അവരെ പ്രാർത്ഥിച്ച് രക്ഷയുടെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ പിന്നെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങും എന്നാണ് പറയുന്നത്. ബൊളോഞ്ഞയിലെ വിശുദ്ധ കേതറിൻ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധരിൽ നിന്ന് അനേകം വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, എന്നാൽ ശുദ്ധീകരാത്മാക്കളിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ സഹായം ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് വിശുദ്ധ കേതറിൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ വിശുദ്ധ ജോൺ മസിയാസ് അദ്ദേഹം പറയുന്നു, പ്രാർത്ഥനയിലൂടെ പ്രധാനമായും ജപമാല വഴി 14 ലക്ഷം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിച്ചിട്ടുണ്ടത്രേ. ഈ ഡൊമിനിക്കൻ അൽമായ സഹോദരനായ വിശുദ്ധ ജോണിന് അതിന് പ്രതിനന്ദിയായി അസാധാരണമായ കൃപകൾ വാങ്ങിക്കൊടുക്കാൻ വിശുദ്ധാത്മാക്കൾ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ മരണനേരത്ത് അവർ വന്ന് സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അവർ കൂടെയുണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരാത്മാക്കളോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. കാരണം എന്താണെന്നോ, അവർ വിശുദ്ധാത്മാക്കളാണ്, അവർക്ക് സ്വർഗം ഉറപ്പാണ്. അവർ നല്ല സ്ഥലത്തെത്തിയാൽ അവർ ഈശോയോട് പ്രാർത്ഥിക്കും. അവിടെ പരിശുദ്ധ അമ്മയൊക്കെ ഉണ്ടല്ലോ. കർദിനാൾ ബൊറോണിയൂസിന്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. എന്നിട്ട് ഞാൻ ഇവിടെ നടന്ന ഒരു അത്ഭുതം പറയാം. അപ്പൊ ഈ കർദിനാൾ ബൊറോണിയൂസ് വിശുദ്ധനായൊരു കർദിനാളാണ് കേട്ടോ. അദ്ദേഹം പറയുന്നൊരു അനുഭവം, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ ഈ കർദിനാള് കടന്നു ചെന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാനായിട്ട് പെട്ടെന്ന് അനുഗ്രഹീതരായിട്ടുള്ള ഒരു കൂട്ടം ആത്മാക്കൾ മരിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ മരണക്കിടക്കയിൽ ആശ്വസിപ്പിക്കുന്നതും അന്ത്യനേരത്തിൽ ഈ ആത്മാവിനെ നാശത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന പിശാചിനെ ഭയപ്പെടുത്തി ഓടിക്കുന്നതും കർദിനാൾ കണ്ടു. അന്ത്യസമയത്ത് നമുക്ക് അറിയാലോ, പിശാചും മാലാഖമാരും തമ്മിലുള്ള യുദ്ധമാണ്. നമ്മൾ ഈ പാപം ചെയ്തുകൊണ്ട് പിശാച് എപ്പോഴും നമ്മൾ അവന്റെയാണെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു വലിക്കും. അപ്പോൾ നമ്മുടെ നന്മകൾ ചൂണ്ടിക്കാണിച്ച് നമുക്ക് വേണ്ടി സഹായം ചെയ്യുന്നതാണ് മാലാഖമാര്. ഇവിടെ കർദിനാൾ മരിക്കാൻ കിടക്കുന്ന ആളെ പോയി കണ്ടപ്പോൾ
ആ ആത്മാവിനെ നാശത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന പിശാചിനെ ഭയപ്പെടുത്തി ഓടിച്ചു വിടുന്നത് ഈ ആത്മാക്കളെ കണ്ടു. അപ്പോൾ കർദിനാൾ ചോദിച്ചു, ഇവരാരാണെന്ന്. അപ്പോൾ ഈ കൂട്ടം ആത്മാക്കൾ പറഞ്ഞു, മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ പ്രാർത്ഥന വഴിയും സൽപ്രവൃത്തികൾ വഴിയും മോചിതരായ 8000 ആത്മാക്കളാണ് തങ്ങൾ എന്നവർ പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല് ഇപ്പോൾ മനസ്സിലായില്ലേ, അത് വലിയ അത്ഭുതങ്ങൾ നടത്തുമെന്ന്. അവർ നമ്മുടെ മരണനേരത്ത് വരും. ഈ മരണസമയത്ത് ഇരിക്കുന്ന വ്യക്തികളോട് വിശുദ്ധനായ കർദിനാൾ ബൊറോണിയോസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തി പ്രാർത്ഥന വഴിയും സൽപ്രവൃത്തികൾ വഴിയും ഞങ്ങളെ മോചിപ്പിച്ചു. 8000 ആത്മാക്കൾ വന്നിരിക്കുക. ശുദ്ധീകരണ സ്ഥലം കൂടാതെ നേരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് തങ്ങളെന്നും അവർ പറഞ്ഞു അത്രേ. അപ്പോൾ ശുദ്ധീകരാത്മാക്കളോട് ഇനിയുമുണ്ട് കുറേ വിശുദ്ധർ ഇങ്ങനെയുള്ള സഹായം കിട്ടിയിട്ടുള്ളത്. ഞാനിത് നിങ്ങളോട് ആധികാരികമായി ഇത് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ സ്ഥലമാണ്, സഹനത്തിന്റെയും സ്ഥലമാണ്. അവർക്ക് ഈശോയെ കാണാം എന്നുള്ള ഉറപ്പുണ്ട്. അവർ വിശുദ്ധാത്മാക്കളാണ്. ഇനി അവർ പാപം ചെയ്യില്ല. ഞാൻ ഈ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ അനേകർ ചോദിക്കുന്നതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ശുദ്ധീകരാത്മാക്കൾ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഒരിക്കലും വൃദ്ധ ആവുകയില്ല. അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയും തരും. മരണനേരത്ത് മാത്രമല്ല അവർ വരാം. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ മിനിഞ്ഞാന്ന് വീട്ടിൽ നടന്നത്. അന്ന് കുറേയേറെ പ്രശ്നങ്ങളുള്ളവരാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യ ചെയ്തു പോയവരുടെ അമ്മമാരും പിന്നെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരു സഹോദരിയും വന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, സൽക്രിയകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ കുമ്പസാരത്തിൻ്റെ സൽക്രിയയുടെ സമയത്ത് ഒരു കാര്യം പറഞ്ഞു. 15 ലക്ഷം രൂപ ഒരു വീട്ടുകാർ ആത്മഹത്യ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഈ പാവം വീട്ടുകാർ 15 ലക്ഷം രൂപ അവരുടെ വീട് കിട്ടിയ പൈസ അങ്ങനെ തന്നെ അയൽപ്പക്കത്തുള്ള അവർക്ക് കൊടുത്തു. കാരണം പൈസ കൊടുത്ത് ആ ആധാരം ശരിയാവുമ്പോൾ രണ്ടാമത് വെച്ചിട്ട് ആ പൈസ നമുക്ക് വാങ്ങാലോ. ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം മമ്മി? ഇങ്ങനെയാണ് അവരുടെ 2 മക്കളിൽ ആൺമക്കളൊരു മോൻ ചോദിച്ചത്. അങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ കേട്ടാൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരം ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കും. ഇതുപോലെ ബോധക്കുറവുള്ളത് ചെയ്യുമോ? 15 ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ വെറുതെ എടുത്തു കൊടുക്കുക. എനിക്കിപ്പോൾ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു 2-3 ലക്ഷത്തിന് പിന്നെയുണ്ട്, കയ്യിലുണ്ടാവണം കൊടുക്കാൻ. ചിലരെങ്ങനെയാ കടം വാങ്ങി കൊടുക്കും, തിരിച്ചു കിട്ടില്ല. ഞാനും അതേപോലെ പല പ്രാവശ്യം ചതിയിൽ പെട്ടിട്ടുള്ളതാ. കടം വാങ്ങി കൊടുക്കും, പൈസ കൊടുത്തോളോ പലിശ കൊടുത്തോളോ കാര്യങ്ങളൊക്കെ ശരിയാവുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ കൊടുത്തതേ ഓർമ്മയുണ്ടാവുള്ളൂ, പിന്നെ അവർ തിരിച്ചു തരില്ല. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ തന്നെ പലർക്കും കൊടുത്തിട്ടും എൻ്റെ കുറച്ച് ഭൂമി ഞാൻ വിൽക്കേണ്ട വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ. അത് സഹായം കൂടിയിട്ടാ. അപ്പോൾ അങ്ങനെ സംഭവിക്കും. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കും, ഇത് എന്തായാലും ഇത് തിരിച്ചടയ്ക്കുമല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുക. പക്ഷെ ചതിക്കപ്പെടും നമ്മൾ. ചതിക്കപ്പെട്ട കഥയേ ഉള്ളൂ ജീവിതത്തിൽ. അങ്ങനെയുള്ള എന്നോടാണ് ഒരു സഹോദരി അവിടെ വന്നിരിക്കുകയാണ്. കരഞ്ഞ് 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 എനിക്ക് പറയാൻ പറ്റില്ല. അവരതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനിങ്ങനെ കരയണ നീ? അപ്പോൾ പറഞ്ഞു, ചേച്ചി എനിക്ക് ആത്മഹത്യ ഇനി വഴിയുള്ളൂ. ചേച്ചിയെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ അവസാന കൈന്നുള്ള നിലയിൽ വന്നിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യാം? ഞങ്ങളുടെ അതിർത്തിയിൽ പെട്ട ആൾ തന്നെയാണ്. ഞാൻ അറിയില്ല അവരെവിടെ നിന്നോ വാടകയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുകയാണെന്ന്. ഞാൻ എന്താ വാടകയ്ക്ക് വരാൻ കാരണം? അപ്പോഴാണ് അവർ 15 ലക്ഷത്തിൻ്റെ കഥ പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞു, പൊക്കോട്ടെ ചേച്ചി, അവരത് എടുത്തോട്ടെ. എൻ്റെ മോൻ പറഞ്ഞു, ഗൾഫിൽ ഞാൻ പോവാം മമ്മി, എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ വീട് പണിതോളാം, അവർ പറ്റിച്ചെങ്കിൽ പറ്റിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഈശോയോട് ചോദിച്ചു, ദൈവമേ, ഇത്രയും നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടല്ലേ, അതുകൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. അങ്ങനെ ഈ പയ്യൻ ഗൾഫിൽ പോയി. അവൻ 5 കൊല്ലം നിന്നിട്ടും അവൻ്റെ അവിടുത്തെ കടങ്ങൾ വീട്ടാനേ പറ്റിയുള്ളൂ. വലിയ ശമ്പളമുള്ള ജോലിയൊന്നുമല്ല. അപ്പോൾ അവനത് വീട്ടി. ഈ ദിവസങ്ങളിൽ ഒരു 15 ദിവസം മുമ്പ് അവൻ്റെ ഗൾഫിൽ എന്തോ ഡ്രൈവറാണ്. അപ്പം ഈ എന്തോ ഒരു ID ഉണ്ട്. ആ ID പുതുക്കണം, അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ. എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ. അപ്പം ആ ID പുതുക്കണം. അത് 13-ാം തീയതി പുതുക്കേണ്ട ഈ ID ഇവൻ പുതുക്കാൻ മറന്നു. 15-ാം തീയതി ഇവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലീസ് പിടിച്ചവിടെ. അവിടെ പോലീസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസിൻ്റെ പോലെയല്ല. ഇവിടെ എത്ര മനുഷ്യരെ അറിയാണ്ട് കൊന്നാലും പിന്നീട് അവർ രക്ഷപ്പെട്ടു വരും.
അവിടെ അങ്ങനെയല്ല, നിയമം തെറ്റിച്ചാൽ ഭയങ്കര ക്രൂരമായ ശിക്ഷയായിരിക്കും. അങ്ങനെ ഈ പയ്യനെ പോലീസിൻ്റെ കസ്റ്റഡിയിലെടുത്തു. ഇവനെക്കുറിച്ച് ഒരു വിവരവുമില്ല, യാതൊരു വിവരവുമില്ല. ഈ അമ്മ ഇവൻ്റെ ഫോൺ കിട്ടിയിട്ട് ദിവസങ്ങളായി, 10-12 ദിവസമായി അവൻ്റെ ഫോൺ കിട്ടിയിട്ട്. ശരിക്കും മാനസിക രോഗിയുടെ പോലെ ഈ അമ്മ എന്നും വിളിച്ച് പറഞ്ഞു പോകുന്ന മോന ഉണ്ണാൻ പോവാണ്, ദേ വരുന്നു, ഞാൻ പോകുന്നു, മമ്മി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചോദിക്കുന്നൊരു മകൻ. 12 ദിവസമായി അവർ ഈ മകൻ്റെ അറിവില്ല. ഇത് ശരിക്കും മാനസിക രോഗിയുടെ പോലെയായിട്ട് ഇവിടെ വന്നിരിക്കണേ. ഞാൻ ചോദിച്ചു എന്താണ് ഇവരുടെ കാര്യം എന്ന് ചോദിച്ചു. ഇത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായി. ദൈവമേ, നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു വിവരം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഞാൻ അവരോട് എന്തു പറയും? ഞാൻ അവരോട് പറഞ്ഞ് മിണ്ടാതിരിക്കുക, കരയാതിരിക്കുക. ഞാൻ പറഞ്ഞു ഈ കാര്യത്തിലൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ എന്ത് ചെയ്യും? ദുബായിൽ ഇങ്ങനൊരു സംഭവം അത് ആരോട് പോയി പറയും? ആര് നമുക്ക് വേണ്ടി ഇടപെടും? ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അവരോട് പറഞ്ഞ കാര്യം, കുരുക്കഴിക്കുന്ന മാതാവ് ഇവിടെയുണ്ട്. അമ്മ അഭിഭാഷകയാണ്. അഭിഭാഷകയായിട്ടുള്ള അമ്മ നമുക്ക് വേണ്ടി ഇടപെടാതിരിക്കില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ചരടിൽ കുരുക്കിട്ട് പറയും, ഇത് ഞങ്ങളുടെ കുരുക്കാണ് മാതാവേ, നീ എങ്ങനെയെങ്കിലും ഇടപെടുന്നോട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കാരണം എന്നോട് മാധ്യസ്ഥം വഹിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ നേരിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് 40 കുർബാനയും 41 മണിക്കൂർ ആരാധനയും നമ്മൾ പാപപരിഹാരമായിട്ട് കാഴ്ചവെക്കുക. ഈ ഒരു അവസ്ഥ വന്നതിന് നമ്മുടെ ഏതെങ്കിലും പാപം മൂലമാണെങ്കിൽ ആ പരിഹാരമായിട്ട് ഈശോയ്ക്ക് ആരാധനയും 40 കുർബാനയും കാഴ്ചവെക്കുക. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല ബ്രസീലിൽ നിന്ന് ഈ രൂപം കൊണ്ടുവന്നപ്പോൾ തന്നിട്ടുണ്ട്. ആ ജപമാലയുടെ ലീഫ്ലെറ്റ് കേട്ടോ, ജപമാലയല്ല ലീഫ്ലെറ്റ്. അപ്പോൾ അത് ഞാൻ കൊടുത്തു, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ദൈവം ഇടപെടും, എന്നിട്ട് സന്തോഷം നമുക്കുണ്ടാകും, നിങ്ങൾ പേടിക്കാതിരിക്കുക. കാരണം ഇത്രയും വലിയ 15 ലക്ഷമൊക്കെ എടുത്തു കൊടുത്തത് ദൈവത്തിന് അറിയാലോ, സത്യമാണെങ്കിൽ അതിൻ്റെ ഒരു ഫലം കാണണ്ടേ. എൻ്റെ കൂട്ടുകാരി, ചൊവ്വാഴ്ച ആ സഹോദരി പോയി. ഇന്നിപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് വ്യാഴാഴ്ച രാത്രിയാണ്. ഇന്നലെ അവരുടെ ഫോൺ വന്നു. അവർ പറഞ്ഞു, ചേച്ചി ഇത്ര വലിയ അത്ഭുതം എൻ്റെ അമ്മ എനിക്ക് തന്നില്ലേ, അവിടുത്തെ മാതാവ്. എന്നിട്ട് അവർ പറയാണ്, ഇന്നലെ മകൻ്റെ ഫോൺ വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, മമ്മി ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, പോലീസ് കസ്റ്റഡിയിലാണ്, ഇനി കേസ് നടത്തണം, നാളെയാണ്, അതായത് ഇന്ന് 3 മണിക്കാണ് വിധി വരിക, 1 മണിക്ക് വിധി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വശം, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ റൂമിൽ കിടക്കാറായപ്പോൾ, രാത്രി വൈകിയാണ് കിടന്നത്, ഞാൻ എന്നെ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിനക്ക് കണ്ണുണ്ടല്ലോ, നീ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് 15 ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ട് ഇപ്പോഴവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ കടം വാങ്ങിയവർ ഉഷാറായിട്ട് നടക്കുകയാണ്, വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് അവരൊക്കെ സെറ്റപ്പായി. ഭയങ്കര പ്രാർത്ഥനയാണ് അവിടെയുള്ളവർ, ഭയങ്കര ധ്യാനത്തിൻ്റെ ആളുകളാണ്, ധ്യാനം നടത്തുന്നു, ധ്യാനം കൂടുന്നു, പലതരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇടവകയിലെ ഭയങ്കര വലിയ ആളാണ് അവിടുത്തെ കുടുംബനാഥൻ. കൂട്ടുകാരെ, ഇതെല്ലാം നമ്മൾ അവിടെ കണക്ക് കൊടുക്കണം. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ. എന്തായാലും ഞാൻ ഇവരോട് പറഞ്ഞു, ഇതെല്ലാം ദൈവം കാണും. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ വക്കീലല്ലേ, അമ്മ ഇവർക്ക് വേണ്ടി ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി ഇടപെടും? ആര് ഇവരുടെ മകനെ തിരിച്ചു കൊടുക്കും? അമ്മ ഇടപെട്ടേ പറ്റൂ. ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോ നീ കാണണില്ലേ, നീയല്ലേ സൽക്രിയകളും കരുണ കാണിക്കാൻ പറഞ്ഞു. അവർ കരുണ കാണിച്ചപ്പോൾ അവർക്ക് ഇതാണോ പ്രതിഫലം കൊടുക്കുന്നത്? ഞാൻ അങ്ങനെയൊക്കെ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അവർക്ക് വേണ്ടി കുർബാനയിൽ സമർപ്പിച്ചു. മൊബൈലിലാണ് ഞാൻ കുർബാന കാണുന്നത്. കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇന്നലത്തെ വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ അവർ പറയും, ചേച്ചി ഇന്നലെ വൈകുന്നേരം ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ സഹോദരിക്ക് ദർശനപരമുള്ളതൊന്നുമല്ല. എൻ്റെ മകൻ എവിടെയോ കൂടിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് ചേച്ചി വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വ്യക്തമായി കണ്ടതായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഞാൻ നിൻ്റെ മകന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് ടെൻഷനായി. പ്രത്യേകിച്ച് രോഗം കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കേട്ടാൽ വലിയ ടെൻഷനാണ്. ഞാനപ്പോൾ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക അവന് വേണ്ടിയിട്ട്, ദൈവമേ നീ ഇടപെടണമേ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഈശോ അവൾക്ക് ആശ്വാസം കൊടുത്തു. അങ്ങനെ ഇന്ന് രാവിലെ ഫോൺ വന്നു, മകൻ്റെ ഫോൺ വന്നു, ഇന്ന് 1 മണിക്ക് വിധിയാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1 മണിയായപ്പോൾ
അവൻ്റെ ഫോൺ വന്നു. അവിടെ കേസ് കഴിഞ്ഞു, വിരിച്ചു. 12 ലക്ഷം രൂപ പിഴയടിക്കണം. 12 ലക്ഷം രൂപ. പിന്നെ 1 മാസം ജയിലിലും കിടക്കണം. ആ സഹോദരി എന്നോട് പറഞ്ഞു, ചേച്ചി 1 രൂപ നേർച്ചയിടാൻ ഞങ്ങളുടെ കയ്യിലില്ല കേട്ടോ, ഞങ്ങൾ എവിടെ നിന്ന് കൊടുക്കും ഈ 12 ലക്ഷം രൂപ? ഞാൻ പറഞ്ഞു, നിങ്ങൾ 15 ലക്ഷം എടുത്ത് കൊടുത്ത പോലെ ആരും നിങ്ങൾക്ക് തരാൻ പോണില്ല 12 ലക്ഷം രൂപയൊന്നും. ആര് തരും നിങ്ങൾക്ക്? അവരെന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും, ചേച്ചി പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് നിൻ്റെ മോന് വേണ്ടിയിട്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ വിധിയുടെ ഇത് കേട്ടപ്പോൾ ഞാൻ പറമ്പിൽ പണിയെടുക്കുക എൻ്റെ ഹെൽപ്പറുടെ കൂടെ. ഞാൻ ആകാശത്തേക്ക് നോക്കി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞിട്ട് ഈശോ മുകളിലേക്കാൻ നോക്കി. ആകാശവിധാനങ്ങളിലാണ് നീ കുരിശടയാളത്തോടു കൂടി വരുന്നതെന്ന് അതും ബൈബിളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കുന്നത് നീ അവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ നോക്കിയിട്ട്. ആകാശങ്ങളിലിരിക്കുന്ന കർത്താവെ, ഈ മകനെ നീ അനുഗ്രഹിക്ക്, എങ്ങനെയെങ്കിലും നീ ഇടപെട്. അപ്പോൾ കർത്താവ് കാണിച്ചു, അന്ന് ചൊവ്വാഴ്ച തന്നെ പറഞ്ഞു, ഒരു മാലാഖവന് വേണ്ടി ഇടപെടും എന്ന്. അങ്ങനെ ഞാൻ ഈ പറമ്പിൽ പണിയെടുക്കുമ്പോൾ നോക്കുകയാണ് ഇവിടെ. അപ്പോൾ എൻ്റെ ഹെൽപ്പർ ചോദിക്കും, ചേച്ചി എന്നിട്ട് മുകളിലേക്ക് നോക്കണേന്ന്. ഞാൻ പറയും, മേഘത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഈശോ, എന്നാ എന്നെ കൊണ്ടുവരാൻ വരണേന്നുള്ളതാണ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേന്ന് തമാശയായിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചത്, ഈശോയോട് ചോദിച്ചത് നീ അവിടെ നിന്ന് കാണുന്നില്ലേ, വിധി നടക്കുകയാണ് അവിടെ, എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണേ ഈശോയെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഒപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കുരുക്കഴിക്കുന്ന മാതാവാണ് എല്ലാം ചെയ്തത്, എല്ലാ കുരുക്കുകളും അഴിക്കുന്നത്. ചൊവ്വാഴ്ച ഇവിടെ സൽക്രിയകൾ നടക്കുമ്പോൾ അനേക ആത്മാക്കൾ വന്നു. ഞാൻ വിശ്വസിക്കുന്ന അവർക്കൊക്കെ ആശ്വാസവും സന്തോഷവും ഇങ്ങനെ സൽക്രിയകൾ ചെയ്യണ കണ്ടപ്പോൾ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ വന്നില്ലേ ഇവിടെ, ഈ കരയുന്ന മനുഷ്യരെ കണ്ടോ, പല പല പ്രശ്നങ്ങളാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ എന്ന് അങ്ങനെയും ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല ഈ സംഭവം ഉണ്ടായിട്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഈ സഹോദരി എന്നെ പറയാണ്, ചേച്ചിയെ ഇങ്ങനെ മാതാവ് അത്ഭുതം നടത്തുമോ? അവിടെ എന്താ അത്ഭുതം നടത്തുന്നത്? എന്തൊരു അത്ഭുതമാണ് ഇവിടെ നടന്നത്. ഞാൻ എന്ത് പറ്റിയെന്ന്. മോൻ്റെ ഫോൺ വന്നു. വിധി വന്നതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് കോടതിയിൽ നിന്നൊരു ഫോൺ വന്നു അത്രേ പോലീസുകാർക്ക്. എന്നിട്ട് പറഞ്ഞു, ആ 12 ലക്ഷം രൂപ അടയ്ക്കണ്ട, 1 മാസം പോലീസ് കസ്റ്റഡി, അതായത് ജയിലിൽ കിടന്നാൽ മതിയെന്ന്. 12 ലക്ഷം രൂപ കർത്താവ് ഇളവ് ചെയ്തു കൊടുത്തു. കാരണം 15 ലക്ഷം രൂപ അവന് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഇതിൽ കൂടുതലൊന്നും എനിക്കിതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റില്ല. 3 കാര്യങ്ങളാണ് ഞാനിതിൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദൈവം, നമ്മുടെ ഈശോ കരുണയുള്ളവനാ, നീതിയുള്ളവനാ, നീതിമാനാണ്. അവൻ വിധിക്കും. നമ്മൾ ഒരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്കപ്പെട്ടവരെ കർത്താവ് സഹായിക്കും, പറ്റിച്ചവരെ കർത്താവ് നീതിയോടെ വിധിക്കും. അത് ഉറപ്പാണ് കേട്ടോ, ഭയങ്കര ഉറപ്പാണത്. പരിശുദ്ധ അമ്മ, കുരുക്കഴിക്കുന്ന മാതാവ്, അമ്മ മാതാവ് കരഞ്ഞു വരുന്ന മക്കളുടെ കുരുക്കുകൾ അഴിക്കും. കുരുക്കുകൾ അഴിച്ചേ ഇരിക്കൂ അമ്മ. അമ്മയ്ക്ക് മക്കൾ ഇങ്ങനെ കരയുന്നതൊന്നും കാണാനുള്ള ശക്തിയില്ല. പ്രിയ സഹോദരങ്ങളെ, 3ാമത് ഞാൻ പറയാണ്, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് ആർക്കെങ്കിലും, നമ്മളുടെ പ്രാർത്ഥനയിൽ ആരെങ്കിലും സഹനം കഴിഞ്ഞ് പ്രാർത്ഥനയുടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഇടപെടും. ഈ ചൊവ്വാഴ്ച ഇത്രമാത്രം ആളുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇത് എന്ത് അത്ഭുതം, ആത്മാക്കളാണ് ഇങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഇവിടെ സൽക്രിയ ചെയ്യല്ലേ, 30 ദിവസത്തെ സൽക്രിയ. ആ ആത്മാക്കളോട് ഞാൻ ചോദിച്ചതാ, ആരെങ്കിലും നല്ല സ്ഥലത്തുണ്ടെങ്കിൽ ഈ ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന്. ഇത്ര വലിയ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേയേറെ പ്രഷർ കയറിയ പോലെ എനിക്ക് സന്തോഷം കൊണ്ട് കരയായിരുന്നു, ഞാനും എൻ്റെ വീട്ടിലുള്ളവരും. അതെല്ലാം ഒന്ന് ശാന്തമായപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഈ 3 ഇടപെടലുകൾ, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഇടപെടൽ, ശുദ്ധീകരാത്മാക്കളുടെ മാധ്യസ്ഥം, അത് നിങ്ങളെ അറിയിക്കാതെ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ രാത്രിയിലിരുന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ശുദ്ധീകരാത്മാക്കൾ നമ്മളെ സഹായിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം
ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് മാത്രമല്ല, അനേകം അത്ഭുതങ്ങളുണ്ട് ശുദ്ധീകരാത്മാക്കൾ നമ്മളെ സഹായിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ചയായിരിക്കും ഈ വീഡിയോ വരിക. അപ്പോൾ ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. നവംബർ 30 നമ്മുടെ ശുദ്ധീകരാത്മാക്കളുടെ പ്രത്യേക വണക്കമുള്ള മാസം അവസാനിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കവും സ്നേഹവും പ്രാർത്ഥനയും സഹനവും സൽപ്രവൃത്തികളും ഉണ്ടായിരിക്കണം. എല്ലാത്തിലും ഉപരി പരിശുദ്ധ കുർബാന എന്ന യാഗബലിയാണ് മരിച്ചവർക്കും നമ്മൾക്കും ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കാഴ്ച, ഏറ്റവും വിശിഷ്ടമായ ബലി, ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന. അതിൽ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് എന്തുമുള്ളൂ. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സഹായിക്കുന്നത്, നമ്മളെയും ഏറ്റവും സഹായിക്കുന്നത് പരിശുദ്ധമായ ജപമാലയും സഹായങ്ങൾ, പാവപ്പെട്ടവരോടുള്ള കരുണയുമാണ് കേട്ടോ. ഇത്ര വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും നമ്മുടെ എല്ലാം ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും. ഈശോയ്ക്ക് ആരാധനയും പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതിയും മഹത്വവും നേരെയാണ്. അതിനുശേഷം പ്രിയപ്പെട്ട ശുദ്ധീകരാത്മാക്കളെ, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാനിത് ഈ വീഡിയോ എടുക്കുമ്പോഴും പ്രിയപ്പെട്ട ശുദ്ധീകരാത്മാക്കൾ ഇവിടെ ചുറ്റുമുണ്ട്. അവരത് അടയാളം തരുന്നുണ്ട്. നന്ദി 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 എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ കിട്ടും. ദൈവം തന്ന ഈ അനുഗ്രഹങ്ങൾ, ഈ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കിട്ടതാണ്. നിങ്ങൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ മരിച്ചുപോയവർക്കും ശുദ്ധീകരാത്മാക്കൾക്കും നന്ദി പറയണേ. അവർ നമുക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.